ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഏം, എന്നും ഒരേ പലഹാരം നിന്ന് മടുത്തവർക്കായി ഇതുപോലുള്ള വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ വൈകുന്നേരങ്ങളിലെ സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സ്നാക്സ് ആയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് 1 കപ്പ് റവ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. വറുത്ത റവയായിരുന്നാലും വറുക്കാത്ത റവയായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 250 ml മെഷറിംഗ് കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പിൽ തന്നെ 1 കപ്പ് കട്ടി പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. നോർമൽ വാട്ടറാണേ. അപ്പോൾ ഇതാ 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു വിസ്ക് വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡയാണേ. അപ്പോൾ അതാ ഒരുവിധം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കാം. ചൂടായ നെയ്യിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇതാ ഇട്ട കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊരു ചെറിയ ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ കടലയുടെയും ഉഴുന്നിൻ്റെയൊക്കെ നിറം മാറി നന്നായിട്ടൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഒരു കപ്പ് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഏകദേശം 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതാണേ. അതിനുശേഷം മീഡിയം സൈസ് ഒരു സവാളയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുന്നതിന് മുമ്പായി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയൊരു എരിവിന് വേണ്ടി ഒരു മീഡിയം സൈസ് ഒരു പച്ചമുളകാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ഒണിയനൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റും ഒണിയനൊക്കെ നന്നായിട്ട് ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ചെറിയ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിന് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ബാറ്ററില്ലേ, അതിലേക്ക് നമുക്ക് ഈ ചെറിയ ചൂടോട് കൂടി തന്നെ ഈ ക്യാരറ്റിൻ്റെയും ഉള്ളിയുടെയും മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇതെല്ലാ ഭാഗത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ക്യാരറ്റും ഉള്ളിയും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്റ്റീമർ ദാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റീമറിനകത്തുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് ഒരു ചെറിയ കുഴിവുള്ള ഒരു പ്ലേറ്റ്, ഒരു ദോശയുടെയൊക്കെ വലുപ്പത്തിനുള്ള വട്ടത്തിനുള്ള ഒരു പ്ലേറ്റാണ്. അതിൽ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് പ്ലേറ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ബാറ്റർ ഇത് കലക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വിളുമ്പൊക്കെ നിന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ലെവലാക്കി എടുക്കുന്നത് വരെ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കണ്ട, നമ്മുടെ ഒരു ദോശയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന അതേ അളവിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ മൊത്തം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ കൂടി ഒരു മൂടി വെച്ച് വേണമെങ്കിൽ അടച്ചു കൊടുക്കാം. എന്നെപ്പോലെ അങ്ങനെ അടയ്ക്കുന്നില്ല, സ്റ്റീമറിൻ്റെ അടപ്പ് വെച്ച് മൊത്തത്തിലൊന്ന് അടച്ചു കൊടുക്കുന്നതേ ഉള്ളേ. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പലഹാരം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പലഹാരം വെളിയിലേക്ക് എടുക്കാം. ഇതൊന്ന് ആറി കിട്ടണം. അതിനുശേഷം പാത്രത്തിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ പലഹാരം നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു സ്പൂണിൻ്റെ കയ്യിൽ വെച്ചോ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി മാറ്റി കൊടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമ്മുടെ പലഹാരം മൊത്തം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് 1/2 കപ്പ് റവയും തൈരും എല്ലാം കൂടി കലക്കി മിക്സാക്കി എടുത്തിട്ട് വേവിച്ചെടുത്തപ്പോൾ ഒരു 4 എണ്ണം കിട്ടിയേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത്. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 4 മണിക്ക് ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു പലഹാരമാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ എളുപ്പവുമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് പുലർന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.